യേശു 3 ദിവസം കുരിശിലേറുന്നു. ക്രിസ്ത്യാനികളുടെ വിശ്വാസപ്രകാരം യേശു കുരിശിൽ കിടന്ന് മരിക്കുന്നു. പക്ഷെ അപ്പോഴും സൂര്യൻ സഞ്ചരിക്കുന്നു, ചന്ദ്രൻ നിലാവലകൾ പൊഴിക്കുന്നു, രാവും പകലും മാറി വരുന്നു. യേശു കുരിശിൽ കിടക്കുമ്പോഴും തലച്ചോറ് കൊടുത്ത ഒരൊറ്റ ക്രിസ്ത്യാനി ചിന്തിച്ചില്ല യേശു കുരിശിൽ പൂർണ്ണമായിട്ട് മരിച്ചു എന്ന് അവർ പറയുന്നു. 3-ാം നാള് ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു. എന്റെ പൊന്ന് ജോർജെ, പടച്ചോൻ ജന്തു ലോകത്തിന് നൽകാത്തൊരു തലച്ചോറ് നിനക്ക് തന്നിരുന്നല്ലോ. ആ തലച്ചോറ് വെച്ച് ആലോചിക്കും. ഈ 3 ദിവസം യേശു മരിച്ചു. കൈ ചലിക്കുന്നില്ല, കാല് ചലിക്കുന്നില്ല, ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, ഇടപെടുന്നില്ല. പക്ഷെ അദ്ദേഹം മരിച്ചു എന്നുള്ളത് കൊണ്ട് സൂര്യൻ ഉദിക്കാതിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു അത് എന്ന്. സിമ്പിൾ, വളരെ സിമ്പിൾ. ഞാൻ എപ്പോഴും ആലോചിക്കും, വലിയ ഡോക്ടറേറ്റും ശാസ്ത്രവും ഒക്കെ പഠിച്ചോണ്ട് തലച്ചോറിൽ എന്ത് പറ്റിപ്പോയി ആലോചിക്കാനാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. അത് ഹൈന്ദവര് പറയുന്ന കാര്യമാണ്. ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട് ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോ സഹോദര 7 മക്കൾ അതിനു മുമ്പ് ആ അമ്മ പ്രസവിച്ചു. അപ്പം ബുദ്ധിയുള്ളവൻ ചിന്തിക്കേണ്ട, ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ദേവകിയുണ്ട്. ദേവകി ഇവിടെ വരുന്നതിന് മുമ്പ് ദേവകിയുടെ അച്ഛനും അമ്മയുണ്ട്. ആ അച്ഛനും അമ്മയും വരുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. കാന്തവർ AP അബൂബക്കർ മുസ്ലിയാർ ഒരു മുസ്ലിയാരാണ്, വെറും മുസ്ലിയാർ അല്ലേ ആണ്. ആ വെറും മുസ്ലിയാർ പറയുന്നത് എന്താണ്? ഈ അണ്ടഘടാകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണ്. അപ്പോ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോനുണ്ട് അബ്ദുള്ള. ഈ ക്ലിപ്പ് കേട്ടപ്പോ അബ്ദുള്ള ചോദിച്ചു, അല്ല വാപ്പി, CM വലിയുള്ള ജനിക്കുന്നതിന് മുമ്പ് ഭൂമി ഉണ്ടായിരുന്നല്ലോ, അത് ആരെയും നിയന്ത്രിച്ചു. അപ്പൊ 2ാം ക്ലാസ്സിൽ എന്റെ അബ്ദുള്ളന്റെ ക്വാളിറ്റി ആർക്കില്ല? സംശുലമക്കില്ല. തലച്ചോറ് വർക്ക് ചെയ്തില്ല. എന്റെ അബ്ദുള്ളന്റെ തലച്ചോറ് ഫ്രഷാ, കാരണം എന്റെ വാപ്പ ഞാനാ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? CM വലിയുള്ളയാണ് ആകാശഭൂമി നിയന്ത്രിക്കുന്നതെന്ന് AP സുന്നികള്. അപ്പൊ തലച്ചോറുള്ള കുട്ടികൾ ചോദിച്ച്, CM വലിയുള്ള ജനിക്കുന്നതിന് മുമ്പ് സൂര്യൻ കറങ്ങിയിരുന്നല്ലോ, ചന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ, രാവും പകലും ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതാരെയും നിയന്ത്രിച്ചത്? എത്ര ഇത് 8 കൊല്ലം ചടഞ്ഞിരുന്ന് കാരന്തൂർ മർക്കസ് പഠിച്ച് ചോറ് ആരാന്റെ ചോറും തിന്ന് വളർന്നിട്ടും തലച്ചോറ് വർക്ക് ചെയ്തില്ല. പൊന്നാര ചെങ്ങൈമാരെ, നിങ്ങൾക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാത്തൊരവസ്ഥ ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അടുത്ത കാലത്തായിട്ട് ഏത് മുജാഹിദക്കും ചിലതൊന്നും കത്തിപ്പോന്നില്ല. കാലം ഇങ്ങനെ ഒഴുകിയ പോലും ഒഴുകിപ്പോയി തോന്നുന്നുണ്ട്. സിമ്പിളായ ഒരു കാര്യമാണ്. ദശരഥ മഹാരാജാവിന്റെ പുത്രനായിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൗസല്യയുടെ പുത്രനായിട്ടാണ് ശ്രീരാമൻ ജനിച്ചത്. പിന്നെ എങ്ങനെ ശ്രീരാമൻ ലോകത്തിന്റെ സിട്ടാവാകുക? ശ്രീരാമൻ ജനിക്കുമ്പോ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്. ഒറ്റ ചോദ്യം, തലച്ചോറ് വർക്ക് ചെയ്തവൻ. ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയുണ്ടെങ്കിൽ ആ അച്ഛനെ അമ്മയെ ആരുണ്ടാക്കി? കന്യാമറിയം യേശുവിന്റെ മുമ്പുണ്ട്. കന്യാമറിയത്തിന്റെ മുമ്പ് ലോകമുണ്ട്. സിമ്പിളായ കാര്യം. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്നത് എന്താ? ഞാനിവിടെ ഏതെങ്കിലും ഒരു സമൂഹത്തോടല്ല പറയണം, മനുഷ്യ കുലത്തോടാണ്. എല്ലാരും ചൂഷണം ചെയ്യപ്പെടുന്നു. എല്ലാരും ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പൊ എന്റെ നാട്ടിൽ സായി ഭക്തനായ എന്റെ ഒരു സുഹൃത്ത് ബാബുവേട്ടൻ, അദ്ദേഹം സായി ഭക്തനാണ്. സായിബാബ മരിച്ച ദിവസം അദ്ദേഹം സായിബാബന്റെ ഫോട്ടോത്തിന് മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുക. അത് ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. കൈകൂപ്പി ഇങ്ങനെ നിൽക്കുക. അപ്പം മകൻ വന്നിട്ട് പറഞ്ഞ്, അച്ഛാ എനിക്ക് കൈകൂപ്പിയിട്ട് കാര്യമില്ല, ആള് മരിച്ചു. ബാബുവേട്ടൻ ആരാധിച്ച ദൈവം മരിച്ചു. എന്നിട്ട് ബാബുവേട്ടൻ ജീവിച്ചിരിക്കുക, ബാബുവേട്ടന്റെ ദൈവം മരിച്ചു പോവുക. പടച്ചോനെ LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് തലച്ചോറ് വർക്ക് ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും. പക്ഷെ ബാബുവേട്ടന് തലച്ചോറ് വർക്ക് ചെയ്തില്ല. ബാബുവേട്ടൻ എന്നും സായി ഭക്തനാ. അദ്ദേഹത്തിന്റെ ദൈവം മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന്. ചിന്തിക്ക, അള്ളാഹു മനുഷ്യന് നാക്കാലിക്ക് കൊടുക്കാത്ത ഒരു തലച്ചോറ് തന്നു എന്നല്ലേ അള്ളാഹ് പറയുന്നത്? പക്ഷെ അതുണ്ടായില്ല, വർക്ക് ചെയ്തില്ല. ഞാൻ വളരെ ദുഃഖിതനാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ സമൂഹം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? തിന്നുന്നു, കുടിക്കുന്നു, ഭോഗിക്കുന്നു, ഡ്രസ് ഇടുന്നു, തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഈശ്വര, ആലോചിച്ച് നോക്ക്. ദൈവത്തെ കുറിച്ചുള്ള പഠനത്തിൽ പോലും എത്ര ഒറ്റ കാര്യം ആലോചിക്കും.
ആദമിന്റെ മക്കളാണ് ലോകത്തെ 715 കോടി മനുഷ്യരും. ആദാമില്ലാത്ത ഒരു കാലം, ഈ ഭൂമി മാത്രമായിട്ടുണ്ടായ ഒരു കാലം, സൂര്യനും ചന്ദ്രനും ഉണ്ടായ ഒരു കാലം, അന്ന് സൂര്യൻ ഉദിച്ചു. അന്ന് CM വലിയുള്ള അല്ല. കാന്തപുരം പറയുന്ന സൂര്യനെ നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണ്. ഞാൻ വെറുതെ പറയല്ല, ഞങ്ങളൊക്കെ എളുപ്പിച്ചു തരും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന മൊയ്ലിയാരാണല്ലോ, വെറും ഒരു മൊയ്ലിയാർ. അതെ, ആ മൊയ്ലിയാർ പറയുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണ്. ഞാൻ ലളിതമായ ഒരു ചോദ്യം, CM വലിയുള്ള മരിച്ചിട്ടുണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? AP EK സുന്നികള് CM വലിയുള്ള മരിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിക്കണ്ടോ? എന്താ മരണം? എന്താ മരണം? ഒരാൾ മരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഓൻ ദുർബലനാണ്, ഓൻ ശക്തനല്ല. അതെങ്കിലും ചിന്തിക്കാനുള്ള ഒരു തലച്ചോറ് തൊപ്പിന്റെ ഉള്ളില്, തലപ്പാവിന്റെ ഉള്ളില് മൊയ്ലിയന്മാർക്ക് ഉണ്ടാവുമോ? ഓലെ പിൻപറ്റുന്ന ജനതക്ക് ഉണ്ടാവുമോ? നമ്മളിപ്പോ എന്റെ ബാപ്പ മരിച്ച്, ആ ബാപ്പാക്ക് നമ്മൾ പൊറാട്ട ഇറച്ചിയും കൊടുക്കുവോ? ഒരു മുഴു ഭ്രാന്തം പോലും കൊടുക്കുവോ? ബാപ്പ മരിച്ചാ ബാപ്പാനെ കബറിൽ കൊണ്ടാക്കും. ഹാർട്ട് മിടിക്കുന്ന ഒരു മനുഷ്യനെ, പാങ്ക്രിയാസ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ, പൾസ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ, കണ്ണ് തുറന്നു പിടിച്ച ഒരു മനുഷ്യനെ, കാതും കണ്ണും കേൾക്കുന്ന ഒരു മനുഷ്യനെ, ജീവനുള്ള ഒരു മനുഷ്യനെ, മരിക്കാത്തൊരു മനുഷ്യനെ കബറിൽ കൊണ്ടുപോയി വെക്കുവോ? എന്റെ നാട് ബാലുശ്ശേരിയിലാണ്. അതിന്റെ തൊട്ടടുത്താണ് മടവൂര് എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് CM വലിയുള്ളന്റെ കബർ. ആ കബറിൽ CM വലിയുള്ള ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എന്നെ പോലെ നിങ്ങളെ പോലെ മരിക്കും എന്നൊരു മനുഷ്യൻ. അല്ലാഹു പറയാ 56-ാം അധ്യായം 60-ാമത്തെ വചനം, നിങ്ങൾക്കിടയിൽ ഞാൻ മരണം വിധിച്ചു. അള്ളാഹ്ക്ക് മരണം ഉണ്ടോ? ഹയ്യുൽ ലാ യമൂത്ത്. ആ ഒരിക്കലും മരിക്കാത്ത അള്ളാഹിനെ പോലെ ആ CM വലിയുള്ള എന്ന് പറഞ്ഞാൽ അതിനാണ് കുഞ്ഞുമോനെ ശിർക്ക് എന്ന് പറയാ. ആ ശിർക്ക് ചെയ്തവനാണ് മുശ്രിക്ക്. മുശ്രിക്കിന് പോകാനുള്ള സ്ഥലം സ്വർഗല്ല, നരക. കട്ടൻറിയായിട്ട് പറയുക, നേർക്ക് നേരെ വളച്ചു കെട്ടില്ലാതെ, ആരെയും സുഖിപ്പിക്കാതെ, ആരുടെയും ഭംഗി വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കാതെ. ആലോചിച്ച് നോക്കേ, നമ്മുടെ ഹൃദയം അത് നിൽക്കുക, പൾസ് നിൽക്കുക, എന്നിട്ട് നമ്മൾ മരിക്കുക. ഇനി ഞാൻ ചോദിക്കാണ്, CM വലിയുള്ള മരിച്ചപ്പോ അദ്ദേഹത്തെ കബറടക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹത്തിന്റെ മയ്യത്ത് സ്കരിച്ചിട്ടുണ്ടോ? അല്ല മരിക്കുവോ? ഇല്ല. മുഹമ്മദ് നബി മരിക്കും എന്ന് പറഞ്ഞ ഓനെ ഞാൻ വിടൂലാറുണ്ട്, ഓനെ ഞാൻ ശരിയാക്കുന്നു പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ സിറ്റ് ഡൗൺ ഉമർ. അപ്പോഴും അദ്ദേഹം വൈലന്റായി. തൗറാത്തിന്റെ ഏട് വാങ്ങാൻ മൂസാ നബി പോയ പോലെ പോയതാ. അള്ളാന്റെ റസൂൽ ഇപ്പൊ വരും. കണ്ടോ, കുറഞ്ഞ നിമിഷമാണ് അന്ധവിശ്വാസം മനസ്സ് കൊണ്ടുവരുന്നത്. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. പക്ഷെ സ്വർഗത്തിന്റെ 8 വാതിലൂടെ വിളിക്കപ്പെടുന്ന സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, സിറ്റ് ഡൗൺ ഉമർ, വിവരക്കേട് പറയല്ല. എന്നിട്ട് 2 ഖുർആന്റെ വചനം ഓതി കൊടുത്തു, റസൂൽ മരിക്കുന്നു. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, ആരെങ്കിലും റസൂലിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ കത് മാത്ത മരിച്ചു. എന്ത് കത് മാത്ത മരിച്ചു. അപ്പോ മരിച്ചോലെ കുറിച്ച് എന്തോ തെറ്റിദ്ധാരണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായപ്പോ അത് തിരുത്താണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലേ? എല്ലാവർക്കും പ്രകടമാണത്. ഇനി ആലോചിക്കാൻ വേണ്ടി മാത്രം, ചിന്തിക്കുന്നവരോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ആലോചിക്കാൻ രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? എന്നാൽ അള്ളാനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്, അള്ളാഹ്ക്ക് മരണമില്ല. ഇനി നിങ്ങൾ പറയണം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയണം, നൗഷാദ് ഹസനി പറയണം, മുഹമ്മദ് ഹസനി പകരം പറയണം, അബ്ദുൽ സമദ് സഖാഫി പറയണം, CM വലിയുള്ള മരിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാമതായി ചോദ്യമുണ്ട്, മരിക്കാത്തവനെ കബറിൽ കുഴിച്ചിട്ട് നിങ്ങൾക്കെതിരെ ശിക്ഷ എടുക്കണ്ടേ, കേസെടുക്കണ്ടേ ഇല്ലേ? എല്ലാവരും ചിന്തിക്കുക. നമുക്ക് ഇന്ന് കഴിഞ്ഞാൽ, ഒരു മരണം കഴിഞ്ഞാൽ പരലോകമുണ്ട്. അത് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതം എങ്ങനെ ആയാൽ പോരാ. ഇനി നിങ്ങൾ ശരിക്കും ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, നല്ലവണ്ണം ആലോചിക്കാൻ വേണ്ടി പറയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾക്ക് 16-ാം അധ്യായം 20-21 വചനം എടുത്തു നോക്കിയാൽ, വല്ലദീന യദൂന മിൻ ദൂനില്ലാ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹിയാഇൻ വമാ യശൂറുന അയ്യാന യുബ്അസൂൻ. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഔലിയാക്കൾ, അല്ല പറയാ അമ്പിയാക്കൾ, എന്നിട്ട് അല്ല പറയണം അവരാരാ? അവർ സൃഷ്ടികളാണ്. അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. മൊയ്തീൻ ഷെയ്ഖ് ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതല്ല, മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞതല്ല.
22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 73-ാമത്തെ വചനം, ആകാശഭൂമികളുടെ തമ്പുരാനായ അള്ളാഹുവിൽ സമസ്തക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ വിശ്വാസം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, നിങ്ങൾക്കതില്ല, അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിത് പ്രസംഗിക്കൂല. ആ പ്രസംഗങ്ങൾ ഫുള്ളായിട്ട് കേട്ടു നോക്കണം. ഞാൻ പറയണം, സമസ്തക്കാർ പോലും ഇത് അംഗീകരിക്കൂല. ഞാൻ ഇപ്പൊ വിശ്വസിക്കുകയാണ്. ഞാനിവിടെ ഇട്ടിരുന്ന ക്ലിപ്പ് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനൊക്കെ പറയോ ഉസ്താദുമാര്? ഇങ്ങനെ പറയും, ഇതിലപ്പുറവും പറയും, നാളെ വേറെ ചിലതും പറയും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. അള്ളാഹ്ക്കൊരു വക്കാറത്ത് ഉണ്ടാവുമല്ലോ, റഹ്മാനായ റബ്ബിന്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ ഇനി ഒരു കാര്യവും ചെയ്യൂന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊരു മുസ്ലിയാർ പ്രസംഗിച്ച് നിങ്ങളൊക്കെ കേട്ടാണല്ലോ. എന്ത്? സർവശക്തനായ, അസീസായ, ജബ്ബാറായ, മുതകബ്ബിറായ അല്ലാഹു സുബ്ഹാനഹു വ തആല കേരളത്തിൽ ജനിച്ച ഒരു ലോക്കൽ മനുഷ്യനോട് അബൂബക്കറിനോട് ചോദിക്കൂലേ, കാന്തപുരത്തിന് അല്ല ഞാൻ ജിന്റെ മേലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന കാന്തപുരത്തിനോട് ചോദിക്കുന്നു. അത് പ്രസംഗിച്ച ആളാണ് ആര്? പകര അഹ്സനി. ഏത് അഹ്സനി? മുഹമ്മദ് അഹ്സനി എന്നാണ് അല്ലേ അയാളുടെ പ്രസംഗം. അയാളുടെ പ്രസംഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കും. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അല്ലാഹു തആല ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ